പന്തളം നഗരസഭയിൽ NDA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയത്. പന്തളം നഗരസഭയിൽ NDA അധികാരത്തിൽ വന്നാൽ ശബരിമല വിഷയം താൻ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. രാഷ്ട്രീയത്തിൽ താൻ ബാലൻ ആണെന്നും വിനയത്തോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയത്തിൽ ഞാൻ ബാലനാണ്. എനിക്ക് കഷ്ടിച്ച് അടുത്ത വർഷം 2026 ഒക്ടോബർ 27 അല്ലെങ്കിൽ 28 മാത്രമേ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷിയിൽ 10 വയസ്സ് തികയും. താൻ കൈ കഴുകുന്ന കാര്യം പലപ്പോഴും വിമർശനത്തിന് വിധേയമാകാറുണ്ട്. സ്വർണ്ണ കിരീടം സമർപ്പിച്ച വിഷയത്തിൽ ചിലർ മൗനം പാലിച്ചപ്പോൾ ചിലർ വിമർശിച്ചു. ഈ മാതാവിന് വെച്ച കിരീടത്തിലെ ചെമ്പ് ചിരണ്ടാൻ വന്നവന്മാർ ഇന്നവിടെ ആരെങ്കിലും ഉണ്ടോ? അക്കരെ എന്ന് പറഞ്ഞൊരു മഹാനുണ്ട്, കാണാനേ ഇല്ല. അങ്ങനെ ആരൊക്കെ വന്നു? പക്ഷെ അവിടെ ഞാൻ കൃത്യമായി ഓർക്കും, ശ്രീ സുധാകരൻ, കെ സുധാകരനോ ശ്രീ VD സതീശനോ ഒന്നും ആ വിഷയത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല. മുരളിച്ചേട്ടൻ പോലും അതിനകത്ത് ഒരു മാന്യത കൽപ്പിച്ച് ആ വിഷയത്തിലൊന്നും ഇടപെട്ടിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ കുറെ മതത്തറകൾ അതെടുത്ത് പൊലിപ്പിക്കാൻ നോക്കി. ഇന്ന് അവരതിനകത്ത് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇതാണ് ഭഗവാന്റെ നിശ്ചയം, അല്ലെങ്കിൽ അമ്മ ലൂർദ് മാതാവിന്റെ നിശ്ചയം. യൂണിഫോം സിവിൽ കോഡ് വന്നാൽ വലിയ മാറ്റങ്ങൾ രാജ്യത്തുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി പ്രസംഗം അവസാനിപ്പിച്ചത്. യൂണിഫോം സിവിൽ കോഡ് വരുന്നതോടുകൂടി ശബരിമലയിൽ നമുക്ക് ഈ പറയുന്ന സംവിധാനത്തിലെ ലിസ്റ്റുകളെല്ലാം മറികടന്നുകൊണ്ട് ഒരു വലിയ സാധ്യതയുണ്ട്. ക്രിസ്ത്യൻ പള്ളികൾ എങ്ങനെയാണോ നടക്കുന്നത്, മുസ്ലിം പള്ളികൾ എങ്ങനെയാണോ നടക്കുന്നത്, സിഖ് ഗുരുദ്വാരകൾ എങ്ങനെയാണോ നടക്കുന്നത്, അതുപോലെ ഹിന്ദു ക്ഷേത്രങ്ങൾ നടക്കുന്നതിനുള്ള അന്തരീക്ഷം, അതിന്റെ അടിസ്ഥാനം പാകുന്നത്, അടിത്തറ പാകുന്നത്, അതിനൊരു വലിയ സാധ്യത യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് വരുന്നതോടുകൂടി അത് ഉറപ്പാവും. യൂണിഫോം സിവിൽ കോഡ് വരുമെന്ന് കഴിഞ്ഞ മൺസൂൺ സെഷന്റെ അവസാന ദിവസം ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടി പ്രസംഗം ലോക്സഭയിൽ നടത്തിയത് ബഹുമാനീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ്. പന്തളം നഗരസഭാ ഭരണം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് NDA. സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിയ ശേഷമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പന്തളത്തു നിന്നും മടങ്ങിയത്. ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.